Good afternoon. Good afternoon. Okay. I think Parvanu class participants. Okay, once again, good afternoon to all. Friends. കുട്ടികളുടെ എക്സാം ടൈം ആയതുകൊണ്ടാണോ മക്കൾസിന്റെ ഒരു ഐഡിയ ഇല്ല മിസ്. Okay, fine. Anyway, we can start. Who is going to do prayer? Yes, please. ആരുമില്ലേ? പ്രയറിനും ആരുമില്ലേ? കഴിഞ്ഞ ഒരു ബാച്ചിലെ കുട്ടികള് പ്രെയർ ചെയ്തത് 3 പേര് ചേർന്നിട്ടായിരുന്നു. സ്റ്റാൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അടുത്ത ഫസ്റ്റ് 4 ലൈൻസ് ഒരാള്, നെക്സ്റ്റ് 4 ലൈൻസ് ഒരാള്, അടുത്ത 4 ലൈൻസ് ഒരാള്. 3 പേരും 3 സ്ഥലത്തുനിന്ന് ജോയിൻ ചെയ്തവരായിരുന്നു. ലാസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതുണ്ട്. ലാസ്റ്റ് സ്റ്റാൻസ് അവർ 3 പേരും കൂടെ ഒരുമിച്ച് പാടി. രസമായിരുന്നു. ഓക്കെ, പ്രെയർ ആരുമില്ലെങ്കിൽ നമുക്ക് സൈലന്റ് പ്രെയർ. മിസ് ഞാൻ പറയാം. Dear God, thank you for this new day and the opportunity to lead and grow. Bless our teachers and with wisdom and patience. Help us to focus and understand. Give us kindness in our hearts to respect one another and the courage to ask for help when needed. May our minds be open, our efforts sincere, and our learnings fruitful. Guide us in all we do today. Thank you. ഓക്കെ, ഫൈൻ. ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്ത് വാങ്ങട്ടെ. നിങ്ങളുടെ കയ്യിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചതൊക്കെ ഇങ്ങനെ പോയി. തോട്ട് ഫോർ ദി ഡേ സൈൻ ഇൻ ഒക്കെ ഉണ്ടോ? Miss thought for the day പറയാം. Right. You are never too old to set another goal or to dream a new dream. This quote encourages us to keep dreaming and setting goals, no matter how old are we. It reminds us that it's never too late to try something new or pursue something we are passionate about. Thank you. എന്തെങ്കിലും വേണ്ടി ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, നമ്മളിപ്പോ യൂണിറ്റ് 3 അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ? Yes, miss. 3 അല്ലേ? Yes. ഓക്കെ, പാർട്ട് 1 അതായത് നമ്മുടെ മോഡ്യൂൾ 1 പാർട്ട് 1 Sorry, madam. Unit 4. Self construction. ഇനി observant mind ആണ് എടുക്കേണ്ടത്. എനിക്കിപ്പോ ചോദിക്കാൻ വന്നത് പാർട്ട് 1 ഏതൊക്കെ ലെസൺസ് ആയിരുന്നു ഞാൻ എടുത്തത്? നിങ്ങൾക്ക് 1, 2, 5, 6, 8 ആണ്. അതായത് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, ഹെൽത്ത്, യൂണിറ്റ് 1. സെക്കൻഡ് 1 ഹെൽത്ത് ആൻഡ് ഹൈജീൻ. പിന്നെ 5th 1 ഏതായിരുന്നു? ഫസ്റ്റ് എയ്ഡ് ആൻഡ് മെന്റൽ. ഫസ്റ്റ് എയ്ഡ്. പിന്നെ 6th 1 മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ, ചൈൽഡ് വെൽഫെയർ. ഇത്രയും ഞാൻ എടുത്തു. ഈ പാർട്ട് 1 യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 5, യൂണിറ്റ് 6, യൂണിറ്റ് 8 ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്തല്ലേ? ഞാനിവിടെ ഷെയർ ചെയ്തു എന്നാണ് നോട്ട് ചെയ്തേക്കണത്. എന്തോ ചെയ്തു എല്ലാം അത് തീരുമ്പം ചെയ്യുമായിരുന്നു. എല്ലാരും പ്രസന്റ് സബ്മിറ്റ് ചെയ്തല്ലോ? ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് അത് എത്ര തവണ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. അതിൽ പോയിട്ട് വീണ്ടും വീണ്ടും ചെയ്തു നോക്കാം കേട്ടോ. ഞങ്ങൾ ചെയ്യാറുണ്ട് മിസ്സേ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് ജനറൽ ആയിട്ട് പറഞ്ഞു. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഞാൻ എടുത്തു. ഞാൻ എടുക്കാത്തൊരു പോർഷൻ അശ്വതി മിസ്സും എടുത്തത്, ശരിയല്ലേ? ശരിയാണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിരുന്നോ?
മോക്ക് ടെസ്റ്റ് ഉണ്ടാവില്ല. ഞാനത് അശ്വതി മാമിനോട് പറയാം. മാമിന്റെ കയ്യിലുണ്ട്, ഞാൻ എഴുതി വെച്ചേക്കാം. അത് തരണം. അത് കഴിഞ്ഞ് ഞാൻ നേരെ പാർട്ട് 3യിലേക്കല്ലേ വന്നത്. അതെ. പാർട്ട് 3യില് ഞാൻ ഏതാ എടുത്തു തുടങ്ങിയ? യൂണിറ്റ് 2 ആണോ 1 ഓൾറെഡി നിങ്ങൾക്ക് എടുത്തിരുന്നു അല്ലേ? അറിയാം മോണ്ടിസോറി. മാം എടുത്തു, പക്ഷെ മാം ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓക്കെ, പാർട്ട് 3യിലെ 1, 2, 3 ഞാൻ എടുത്തു അങ്ങ് നോട്ട് ചെയ്യുവാണേ. ഈ 1, 2, 3യുടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടോ? 1ഉം 2ഉം തന്നിട്ടുണ്ടായിരുന്നു. 1ഉം 2ഉം ക്വസ്റ്റ്യൻ തന്നു. 3 തന്നില്ലാന്ന് തോന്നുന്നു. 3 തന്നിട്ടില്ല. 3 ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് എനിക്കറിയാവുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റും പാർട്ട് 3യിലെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത ചാപ്റ്ററും യൂണിറ്റും അല്ലെ? അതെ. അതെ. നമ്മളിപ്പോ പാർട്ട് 3യിലെ യൂണിറ്റ് 4 സെൽഫ് കൺസ്ട്രക്ഷൻ ആണ് എടുത്തോണ്ടിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലെ? അതെ. ഒബ്സർവന്റ് മൈൻഡ് വരെ ആയി, അതിന് മുന്നു വരെ ആയി. ഓക്കെ, അതെ. ക്ലാസ്സിലേക്ക് വരുമ്പോ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, അപ്പൊ ഒന്ന് പറഞ്ഞു തരണേ ഉഷ മാം. റെക്കോർഡ്സ് ഏതൊക്കെ വരെയും പറഞ്ഞു? റെക്കോർഡ്സ് ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് റെക്കോർഡും തേർഡ് റെക്കോർഡും കഴിഞ്ഞ ക്ലാസ്സിൽ മാം ഡിസ്കസ് ചെയ്തിരുന്നു, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നിട്ട്. അപ്പൊ ഇനി നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങും അല്ലെ? അതെ. ഫോർത്ത് വണ്ണും ഈസിയാണ്, ഫസ്റ്റ് വണ്ണിനെ പോലെ തന്നെ. അപ്പൊ ഈ ഫോർത്ത് വണ്ണിന്റെ ഡീറ്റെയിൽ തരണോ അതോ സെക്കൻഡും തേർഡ് ചെയ്തിട്ടേ ഉള്ളോ? മതിയോ? ചെയ്യുന്നതല്ലേ നല്ലത്, എല്ലാം കൂടെ ഓക്കെ, ഡീറ്റെയിൽസ് അപ്പൊ തന്നാ മതിയല്ലോ. അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എന്നോട് പറയുക. കാരണം ഈ ലാസ്റ്റ് ആവുമ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇല്ല ഈ ആദ്യം തരുന്നത്. ഇനി സർവേ തന്നിരുന്നില്ല, തരാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, സർവേ തരാനുണ്ട്. ഓക്കെ, സർവേ തരാം. പിന്നെ അസൈൻമെന്റ്സ് ഏതൊക്കെയാ തന്നേന്നൊന്ന് പറയാമോ? ഹെൽത്തിനെ കുറിച്ചിട്ട് ഫ്രേസസ് എഴുതാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള കൺട്രോൾ, റിമോട്ട് കൺട്രോൾ ഓഫ് ഹാപ്പിനെസ്. യെസ്. ഹെൽത്തി പീപ്പിളുടെ ഡിഫറൻസസ്, കമ്പാരിസൺ ടേബിൾ പോലെ. പിന്നെ ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് 10 പേരുടെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾക്ക് എന്താണ് അതിന് മനസ്സിലായതെന്ന് എഴുതാം. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സും അതുപോലെ തന്നെ 10 പേരുടെ അടുത്ത് ചോദിച്ചിട്ട്. മീഡിയാസ് ഉണ്ടായിരുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള, അതാണോ ഉദ്ദേശിച്ചത്? അതെ. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, എസെൻഷ്യൽ ഐറ്റംസ്, മെറ്റീരിയൽസ് ഇൻ എ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇത്രയുള്ളോ? അത് പിന്നെ ന്യൂട്രീഷന്റെ ഒന്ന് തന്നായിരുന്നു മിസ്സിന് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ. സെമിനാർ പ്രിപ്പയർ ആഡ് അതല്ലേ? അതെ അതെ. പിന്നെ പിക്ചേഴ്സ് റിലേറ്റഡ് ടു ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. നോ ടു ജങ്ക് ഫുഡ്, അതൊരെണ്ണം തന്നായിരുന്നു. ഹെൽത്ത് ത്രൂ ബാലൻസ്ഡ് ഫുഡ്, അത് ഹെൽത്തി പ്രാക്ടീസ് ഫോർ വെൽനസ്, ഇത് മൂന്നും കൂടെ ഒരെണ്ണം. നിങ്ങൾക്ക് അത്യാവശ്യം അസൈൻമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡിൽ ഒരു അസൈൻമെന്റ് തന്നായിരുന്നു, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെയാ വെക്കണ്ടേന്ന്. ഓക്കെ. പിന്നെ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ ടീച്ചിങ് എയ്ഡ്സ് എന്തൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു? സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നേക്ക്, സോക്സ് വെച്ചിട്ട് സ്നേക്ക് മാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
അത് പറഞ്ഞു. റീഡിംഗ് കാർഡ്, സ്റ്റാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, നമ്പർ, വേർഡ്സ്, കളേഴ്സ്, പിന്നെ മാസ്ക്, ടിപ് ടോപ്പ്, സ്നോഫ്ലെക്സ്, ഷോക്സിന്റെ, പിന്നെ ആൽഫബറ്റ് കാർഡ്സ്, ബീഡ്സ് വർക്ക്. ഓക്കെ, ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ടാ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ സർവേയുടെ ഡീറ്റെയിൽസ് തരട്ടെ. കാരണം വെക്കേഷൻ വരുവാണ്, അപ്പൊ എളുപ്പമായിരിക്കും ആ സർവേ ചെയ്യാൻ. കുട്ടികളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. മിസ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് നെക്സ്റ്റ് മന്ത് ബികോമിന്റെ ഫൈനൽ എക്സാം ആണ്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് അങ്ങ് തന്നോട്ടെ, ഇത് വിട്ടുപോകും. ഓക്കെ. ഓക്കെ മിസ്. ഇതൊരു പ്രോജക്റ്റ്, ഒരു മിനി റിസർച്ച് പോലെ നിങ്ങളൊരു റിപ്പോർട്ടായിട്ട് വെക്കണം. ചില കുട്ടികൾ സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത് വെച്ചു A4 ഷീറ്റിൽ ചെയ്തിട്ട്. ഞാൻ ചെയ്തത് A4 ഷീറ്റിൽ ചെയ്തിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കുന്ന ഒരു ഇതുള്ള ഫയൽ ഉണ്ടല്ലോ, പക്ഷെ അതൊട്ടും സെക്യൂർ ആയിട്ടിരിക്കില്ല, ലൂസായിട്ട് പോകും. അപ്പം അതൊക്കെ കറക്റ്റ് ആയിട്ട് വെക്കും. ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സർവേയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, സർവേയുടെ ടോപ്പിക് ഇതാണ്: ഈസ് ദ ചൈൽഡ് കെയർ ഇൻ അവർ ഹോം സയന്റിഫിക്? നമ്മുടെ വീടുകളിലുള്ള ചൈൽഡ് കെയർ, കുട്ടികളെ ശ്രദ്ധിക്കുന്നത് സയന്റിഫിക് ആയിട്ട് തന്നെയാണോ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു വിസിറ്റ് 5 ഫാമിലി. ചെറിയ കുട്ടികളുള്ള, നമ്മളുടെ തന്നെ ഇപ്പൊ നമ്മൾ സ്വയം തന്നെ കുഞ്ഞു കുട്ടികളുള്ള പാരന്റ്സ് ആണെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മളോട് കൊറി ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള 5 പാരന്റ്സ്, മിനിമം 5 ആണ്, മാക്സിമം എത്ര വേണമെങ്കിലും ആകാം. 5 പാരന്റ്സ് 5 ഹോംസ് വിസിറ്റ് ചെയ്തിട്ട് അവിടെ പ്രീ സ്കൂൾ സ്റ്റുഡൻസ്, ചെറിയ ക്ലാസ് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളായാലും കുഴപ്പമില്ല, അങ്ങനെ നമ്മുടെ നൈബർഹുഡിലോ അങ്ങനെയൊക്കെ ഉള്ളത്, അവരുടെ കയ്യിൽ നിന്ന്, പാരന്റ്സിന്റെ കയ്യിൽ നിന്നോ, ചിലയിടത്ത് ഗാർഡിയൻസ് ആയിരിക്കും, പാരന്റ്സ് പുറത്ത് വർക്ക് ചെയ്യുന്നു, ഇവിടെ കെയർ ഗിവേഴ്സ് ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കാം, അങ്ങനെ നിൽക്കുന്ന കുട്ടികളുണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്ത് പോയിട്ട് കളക്ട് ചെയ്യാം. പിന്നെ കളക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിലുള്ള ഫാമിലിയെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. ഫിനാൻഷ്യലി ഒരു മീഡിയം, ഫിനാൻഷ്യലി വലിയ കുഴപ്പമില്ലാത്തത്, ഒരു പുവർ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ നമുക്ക് ഡിഫറെന്റ് സോഷ്യൽ ലൈഫിലുള്ളവരാകുമ്പോൾ നമുക്ക് ഡേറ്റ കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടി കിട്ടും. ഒരേപോലെയുള്ള ആൾക്കാരെ കണ്ടാൽ ഒരേപോലെ കാര്യങ്ങളായിരിക്കും, നമുക്ക് കാര്യമായിട്ട് അതിനകത്ത് സ്റ്റഡി ചെയ്യാനൊന്നും കിട്ടില്ല. നിങ്ങളിത് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫാമിലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ നടത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്റെയും സപ്പോർട്ട് അവർക്ക് വേണം. അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ഈ സർവേയുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, ഈ സർവേയില് ചോദിക്കാനുള്ള കുറെ ക്വറീസ്, ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനെയർ നിങ്ങൾ നോക്കുക. ഞാൻ ഇപ്പൊ ഒരു വേർഡ് ഫോമാറ്റ് ആണ്, അപ്പൊ ഞാനത് ക്ലാസ് റൂമിലേക്ക് ഷെയർ ചെയ്യും, നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്തെടുക്കാം, അതുകൊണ്ടാണ് വേർഡിൽ അയച്ചിരിക്കുന്നത്. അപ്പോ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഈ ക്വസ്റ്റ്യൻ അത്ര റെലവെന്റ് അല്ല, ഇത് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു, നിങ്ങൾക്കത് മാറ്റാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് തോന്നുവാണ് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സർക്കംസ്റ്റാൻസസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. റെലവെന്റ് അല്ല, അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല എന്ന് തോന്നുന്നതൊക്കെ ഒമിറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് പോയി നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. ഇതിനകത്ത് ഞാൻ കുറച്ച് എങ്ങനെ എഴുതണം, പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെ ഫോളോ ചെയ്യേണ്ട, ഞാൻ കുറച്ചൊരു സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, അത് ഫോളോ ചെയ്താൽ മതി. ആദ്യം നമുക്ക് ക്വസ്റ്റ്യനെയർ ഒന്ന് നോക്കാം. ഇത് ഫസ്റ്റ് പേജിൽ ഞാൻ ഇതിന് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കണമെങ്കിൽ നെക്സ്റ്റ് പേജ് തുടങ്ങി അങ്ങ് എടുക്കാനുള്ള സൗകര്യത്തിലാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ യെസ് അല്ലെങ്കിൽ നോ ഓപ്ഷൻ ഉണ്ട്. പിന്നെ സംടൈംസ്, ചില കാര്യങ്ങൾ ചില സമയത്താണല്ലോ, പിന്നെ ചില കാര്യങ്ങളെ കുറിച്ച് വലിയ ഉറപ്പൊന്നുമില്ല. അതാണ് 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്.
യെസ്, നോ, സംടൈംസ്, നോട്ട് ഷുവർ. ഓക്കെ, ഫസ്റ്റ് വൺ, ഈസ് എ ചൈൽഡ് ഗിവൺ ഫുഡ് വിത്ത് ഇനഫ് പ്രോട്ടീൻ? നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന എന്തെല്ലാം ഭക്ഷണങ്ങൾ കൊടുക്കുന്നു എന്ന് നമുക്ക് അന്വേഷിക്കാം അല്ലെ. നല്ല പ്രോട്ടീൻസ് ഉള്ള ഫുഡ് തന്നെയാണോ, അതോ ജങ്ക് ഫുഡ് ആണോ, അതോ കുട്ടി മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ലേ, ചുമ്മാ ആവശ്യമില്ലാത്തൊക്കെയാണോ കഴിക്കുന്നത്, അതൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി ചിലപ്പോ ചില ആളുകൾക്ക് ചില ആളുകൾ ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, വായിച്ചിട്ട് അവര് തന്നെ അത് ടിക്ക് ചെയ്ത് പോവായിരിക്കും. ചില അറിയില്ലാത്തവർക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. ഈസ് ദ ചൈൽഡ് ഗിവൺ പ്രൊട്ടക്റ്റീവ് വാക്സിനേഷൻ? കുട്ടികൾക്ക് വാക്സിനേഷൻ എന്തിനാ നമ്മൾ ഇങ്ങനെ ഒരു അസുഖങ്ങളിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ, അത് കൊടുക്കുന്നതാണോ എന്ന് ചോദിച്ചത്. അപ്പൊ നമ്മളുടെ ഏതൊക്കെയോ ബാച്ചിലർ ട്രെയിനീസ് പോയപ്പോ അത് കൊടുക്കാത്ത ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തെങ്കിലും ചെയ്യണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ നമ്മളത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. കാരണം ചിലർക്ക് അത് താല്പര്യമില്ല വാക്സിനേഷൻ കൊടുക്കാൻ. അത് നമ്മളെക്കാൾ കുറച്ചുകൂടി അതിനെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്കായിരിക്കും. നമുക്ക് ജസ്റ്റ് ചോദിച്ചറിയാം അവർ എന്തുകൊണ്ടാണ് വാക്സിനേഷൻ കൊടുക്കാതെ, അവരധികം മുഷിപ്പിക്കാതെ എന്താ നിങ്ങൾ കൊടുക്കാത്തതിന് കാരണം. അപ്പൊ കുട്ടിയുടെ ഹെൽത്ത് ഒക്കെ ഒന്ന് ജസ്റ്റ് ന്യൂട്രലി ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. കൊടുക്കാതിരുന്നിട്ടും കുട്ടിക്ക് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ന്യൂട്രലി മനസ്സിലാക്കാം. അവരെ ജഡ്ജ് ചെയ്യാനോ അവരെ കറക്റ്റ് ചെയ്യാനോ അല്ല നമ്മൾ ഈ സർവേ പോകുന്നത്. ചില പാരന്റ്സ് ഇങ്ങോട്ട് ആവശ്യപ്പെടും, കുട്ടി ഇങ്ങനെയാണ്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, അങ്ങനെ അവരൊരു ദേ നീഡ് സപ്പോർട്ട്. ആ ഒരു രീതിയിൽ ഉള്ള അപ്രോച്ച് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഇന്റർവ്യൂ. അല്ലാത്തടത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. ഈസ് എ ചൈൽഡ് ഗിവൺ ഇനഫ് പ്ലേയിങ് ടോയ്സ്? കുട്ടിക്ക് ആവശ്യത്തിന് കളിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ടോ? ആർ ദേ പെർമിറ്റഡ് ടു പ്ലേ വിത്ത് നൈബേഴ്സ് ചിൽഡ്രൻ? ഡു യു ടേക്ക് ചിൽഡ്രൻ വിത്ത് യു ഓൺ ഔട്ടിങ്സ്? Does the child behave in good manners when guests come to your home? Okay. പിന്നെ does the child use എന്താന്നൊക്കെ മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ കുട്ടിക്ക് ഫുഡിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണോ കൊടുക്കുന്നത്, വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ, ആവശ്യത്തിന് കളിക്കാനുള്ള സാധനങ്ങൾ, കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കളിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കാറുണ്ടോ, അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കാൻ വിടാറുണ്ടോ, പിന്നെ നമ്മൾ പുറത്തു പോകും പാരന്റ്സ് പുറത്തു പോകുമ്പോൾ കുട്ടിയെ കൂട്ടാറുണ്ടോ, ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ കുട്ടി നല്ല രീതിയിലാണോ ബിഹേവ് ചെയ്യുന്നത്, പിന്നെ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോൾ, വീട്ടിൽ സംസാരിക്കുമ്പോൾ, പിന്നെ കുട്ടിക്ക് ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടോ? ഡസ് ദ ചൈൽഡ് ഹാവ് ഷെയറിംഗ് മെന്റാലിറ്റി? ഈസ് ദ ടീച്ചേഴ്സ് ഒപ്പീനിയൻ ഗുഡ് അബൌട്ട് ദ ചൈൽഡ്? ടീച്ചർ കുട്ടിയെ പറ്റി നല്ല രീതിയിലാണോ പറയുന്നത്? കുട്ടി സിബ്ലിങ്സ്, ചേട്ടൻ, ചേച്ചി, അനിയത്തി, അനിയനൊക്കെ ആയിട്ട് വഴക്ക് കൂടാറുണ്ടോ? ഡസ് ദ ചൈൽഡ് മേക്ക് ക്വാറൽ വിത്ത് സിബ്ലിങ്സ്? Is the child happy inside and outside the house? Is the teacher a trained one? കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണോ? ഇവിടെ നമുക്ക് ചിലപ്പോൾ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും യെസ്, ചിലപ്പോൾ നമുക്ക് അറിയില്ല നോട്ട് ഷുവർ. അതുകൊണ്ടാണ് ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. Is the child given time for rest and entertainment at home? വീട്ടിൽ ആ കുട്ടിക്ക് റെസ്റ്റ് ചെയ്യാനും TV കാണാനും കളിക്കാനും അങ്ങനെയുള്ള എന്റർടൈൻമെന്റിനൊക്കെ സമയം കൊടുക്കാറുണ്ടോ? പിന്നെ ആർ ദർ എനി ക്രൈറ്റീരിയ ഫോർ സ്കൂൾ അഡ്മിഷൻ? ഈ സ്കൂളിന്റെ കാര്യത്തിലേക്കാണ്. സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് അവിടെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടായിരുന്നോ? അപ്പൊ നമ്മളോട് നേരിട്ട് അവർ സംസാരിക്കുകയാണെങ്കിൽ ഇവരിപ്പോ ഫോം കൊടുക്കുമ്പോൾ അവരെ സ്വർണോ അങ്ങനെയുള്ളതൊക്കെ ടിക്ക് ചെയ്തല്ലേ പോകുള്ളൂ. നമുക്ക് ചോദിക്കാം എന്ത് ക്രൈറ്റീരിയ ആണ്, അങ്ങനെയൊക്കെ നമുക്ക് ഡയറക്റ്റ് കോൺവെർസേഷൻ ആണെങ്കിൽ നമുക്ക് അതൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസ് കുറച്ചുകൂടെ ഒക്കെ മനസ്സിലാക്കാം. അപ്പം അത് നമ്മൾ നമ്മുടെ റിപ്പോർട്ടിൽ എഴുതുമ്പോൾ നമുക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. Are there any criteria? Okay, അത് പറഞ്ഞു. Do the guardians or parents participate in the activities of the school? സ്കൂളിലെ ആക്ടിവിറ്റീസിന് കുട്ടിയുടെ ഗാർഡിയൻ അല്ലെങ്കിൽ പാരന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ PTA മീറ്റിങ്ങിന് പോവാറുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. രണ്ടുപേരും പോവോ, അച്ഛനും അമ്മയും പോവോ, അത് അമ്മ മാത്രമാണോ, അങ്ങനെയുള്ള രീതിയിൽ അതൊക്കെ ചോദിക്കാം. പിന്നെ ചില ആക്ടിവിറ്റീസ് ഒക്കെ പറയുന്നിടത്ത് പോകാറുണ്ടോ? While taking decision, child's interest and taste are considered. എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ കുട്ടിയുടെ ഇൻട്രസ്റ്റും ടേസ്റ്റും കൺസിഡർ ചെയ്യാറുണ്ടോ? അപ്പൊ വീട്ടിലേക്ക് ഒരു TV വാങ്ങുന്നു, കുട്ടിയോട് നമ്മൾ ചോദിക്കാറുണ്ടോ? ലൈക്ക് അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങുന്നു, കുട്ടിയുടെ താല്പര്യം നമ്മൾ നോക്കാറുണ്ടോ? Does the teacher discuss the behavior of the child with you? ടീച്ചർ കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും നമ്മളോട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? അതിന്റെ സ്വഭാവം അങ്ങനെയുള്ള കാര്യങ്ങളിൽ
ഡു യു എൻകറേജ് ദ ഗുഡ് ക്യാരക്ടർ ഓർ ഡീഡ്സ് ഓഫ് ദ ചൈൽഡ്? കുട്ടി നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ, നല്ലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എൻകറേജ് ചെയ്യാറുണ്ടോ, അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? നന്നായി, നല്ലപോലെ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? അതാണ്. Whether the school uses educational equipment to teach, കുറെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണോ സ്കൂള് ഇവരെ പഠിപ്പിക്കുന്നത്? Does the child participate in extra curricular activities in school? സ്കൂളില് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കുട്ടി പങ്കെടുക്കാറുണ്ടോ? Whether the school following a method that gives importance to creative activity, creative activity ചെയ്യാനായിട്ട് എന്തെങ്കിലും മെത്തേഡ് സ്കൂൾ ഓപ്റ്റ് ചെയ്യാറുണ്ടോ? Does the child follow a daily routine timetable? കുട്ടി ഒരു ഡെയിലി റൊട്ടീൻ, അതായത് ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് രാവിലെ എത്ര മണിക്ക് എണീക്കണം, അങ്ങനെ അവരുടെ കാര്യങ്ങൾ, രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? അത് കുട്ടി ഫോളോ ചെയ്യുന്നുണ്ടോ? ഡു യു വാച്ച് ടെലിവിഷൻ വിത്ത് യുവർ ചൈൽഡ്? കുട്ടിയുമായിട്ടിരുന്ന് കുട്ടിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാ ടി വി കാണാറുണ്ടോ? വീട്ടിൽ വടിയുണ്ടോ? ഡു യു ഹാവ് എ സ്റ്റിക്ക് അറ്റ് ഹോം? ആർ there extra curricular activities in school? സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ആദ്യം എന്ന ക്വസ്റ്റ്യനായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാം. ഉണ്ടെന്നാണെങ്കിൽ കുട്ടി അതില് പങ്കെടുക്കാറുണ്ടോ, അങ്ങനെയുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ. ഡു ദേ ഗീവ് ഹോം അസൈൻമെന്റ്സ്? അവർ ഹോംവർക്ക് പോലെ അങ്ങനെ എന്തെങ്കിലും തരാറുണ്ടോ സ്കൂളിൽ നിന്ന്? ഡു യു ഹെൽപ്പ് ഇൻ ഡൂയിങ് ഹോം അസൈൻമെന്റ്സ്? ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഡു യു ബീറ്റ് ഓർ ഗീവ് ഫിസിക്കൽ പണിഷ്മെന്റ് ടു ദ ചൈൽഡ്? കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാറുണ്ടോ, തല്ലാറുണ്ടോ? ഡു യു കമ്പയർ ദ ചൈൽഡ് വിത്ത് അതർ ചിൽഡ്രൻ ഓർ സിബ്ലിങ്സ്? മറ്റുള്ള കുട്ടികളുമായിട്ടും ആ കുട്ടിയുടെ ബ്രദർ സിസ്റ്റർ അങ്ങനെയുള്ളവരുമായിട്ടും കമ്പയർ ചെയ്യാറുണ്ടോ? ഡു യു സ്പീക്ക് അബൌട്ട് ദി എബോ കമ്പാരിസൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ ചൈൽഡ്? ക്വസ്റ്റിന്റെ ഡിഫറൻസ് മനസ്സിലായി. നമ്മളിപ്പോ കമ്പയർ ചെയ്യുന്നു, ബട്ട് അത് കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ അത് ചെയ്യാറുണ്ടോ, അതിനെപ്പറ്റി സംസാരിക്കാറുണ്ടോ? Does the teacher or anybody from the school punish the child physically or mentally? സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ടീച്ചറോ മറ്റേ ആരെങ്കിലൊക്കെ കുട്ടിയെ മെന്റലി ഫിസിക്കലി ഒക്കെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ. ഡു യു ടെൽ ദ ടീച്ചർ ടു ഗീവ് സച്ച് പണിഷ്മെന്റ്? ചില പാരന്റ്സിലെ നല്ല അടിച്ചോ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയണേ, അപ്പൊ അങ്ങനെയുള്ള പണിഷ്മെന്റ്സ് കൊടുക്കാനായിട്ട് പറയാറുണ്ടോ? ഡു യു ഗീവ് യുവർ മൊബൈൽ അതർ ദാൻ സ്റ്റഡി പർപ്പസസ് ടു ദ ചൈൽഡ്? പഠിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് മൊബൈൽ കൊടുക്കാറുണ്ടോ? വെദർ ദ ചൈൽഡ് ഓൺ എനി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്? കുട്ടിക്ക് സ്വന്തമായി ഇതുപോലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടോ? വിൽ യു കൺസിഡർ ദ ചൈൽഡ്സ് ഒപ്പീനിയൻസ്, ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് വൈൽ ടേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് ഹിസ് ഓർ ഹെയർ ഫ്യൂച്ചർ പ്ലാൻ? ഈ കുട്ടിയുടെ ഫ്യൂച്ചർ പ്ലാൻ ചിലപ്പോൾ സ്റ്റഡീസ് ആയിരിക്കാം, ഹയർ സ്റ്റഡീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് അതായിരിക്കാം. അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ കുട്ടിയുടെ ഒപ്പീനിയൻ, കുട്ടിയുടെ ഇൻട്രസ്റ്റ്, ടേസ്റ്റ് അതൊക്കെ കൺസിഡർ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഈ ഫോം നമ്മൾ പ്രിന്റ് എടുത്തിട്ട് വേണം, നമുക്ക് 5 ഫാമിലി കാണുവാണെങ്കിൽ നമുക്ക് 5 സെറ്റ് ഓഫ് ക്വറീസ് ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ, ക്വസ്റ്റ്യനർ ഉണ്ടായിരിക്കണം. അതുമായിട്ട് വേണം ഇവരുടെ അടുത്ത് പോകാനായിട്ട്. തന്നെ ചെയ്യുന്നവർ തന്നെ ചെയ്യട്ടെ, അല്ലാതെ ഉള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത്, ചിലപ്പോൾ ഇംഗ്ലീഷ് വായിച്ച് ചെയ്യാൻ അറിയാൻ പറ്റാത്തൊരു ഫാമിലി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ടിക്കടിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യണം. അപ്പോ സർവേ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായോ? ഫീൽഡിൽ ഇറങ്ങി എങ്ങനെ ചെയ്യണം. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ്, ഫോൺ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യും. ഫോൺ ചെയ്തിട്ട് ഇതൊന്ന് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം, വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് അതൊന്ന് ചെയ്തു തരാനോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഓക്കെ, ഇത് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫ്രണ്ട് പേജ് വെക്കണം. ഫ്രണ്ട് പേജില് ഇതൊക്കെ ബാക്കിൽ പോയിരിക്കുക, ഇതുപോലെ കൊടുക്കണം. സർവേ ആൻഡ് പ്രോജക്ട് ബ്രാക്കറ്റിൽ മിനി റിസൾട്ട്സ് എന്ന് കൊടുത്തിട്ട് നമ്മൾ റൈറ്റ് സൈഡ് കോർണറിലായിട്ട് ചെയ്യില്ലേ സബ്മിറ്റഡ് ബൈ നമ്മളുടെ പേര്,
സർവേ ആൻഡ് പ്രോജക്ട് മിനി റിസർച്ച് എന്ന് ബ്രാക്കറ്റ് കൊടുക്കുക. ആ ഹെഡിങ് ഫസ്റ്റ് പേജിൽ അതുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പേജിൽ എഴുതേണ്ടത്, നമ്മൾ എന്ത് കാര്യം എഴുതുമ്പോഴും അതിനൊരു പ്രിഫൈസ് എഴുതും അല്ലെ. ഒരാളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു പ്രിഫൈസ് ഉണ്ടാകും, ആമുഖം മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ഇതിന്റെ നീഡ് എന്താണ്, ഇങ്ങനെ ഒരു സർവേ ഈ കാലഘട്ടത്തിൽ നടത്തുന്നതിന്റെ ആവശ്യം, അതായിരിക്കണം നമ്മൾ പ്രിഫൈസിൽ എഴുതേണ്ടത്. ഒരു പാരഗ്രാഫ് മതിയാകും. ഞാൻ എഴുതിയതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്റെ ഇങ്ങനത്തെ ഫയലായതാണ്, പേജ് ലൂസ് ആയിട്ട് ഓർഡറിലല്ല ഇരിക്കുന്നത്. കിട്ടിയത് അങ്ങനെ എടുത്തു വെച്ചിട്ടായിരുന്നു. As time passes, the method for adapting child care in home is different. In older days, the method was different compared to nowadays. It is different according to each person's also. In the survey, different aspects and different views can be seen. Within certain limitation, the child could enjoy his or her freedom. മോണ്ടിസോറിയുടെ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത്, അതായത് കാലങ്ങൾ കടന്നു പോകുന്തോറും കുട്ടികളുടെ കെയർ അത് ഡിഫറെന്റ് ആണ്. പിന്നെ ആളുകൾക്കനുസരിച്ചും ആളുകളുടെ വ്യൂസ് കാഴ്ചപ്പാടനുസരിച്ചും ചൈൽഡ് കെയർ ഡിഫറെന്റ് ആണ്. പിന്നെ പണ്ടത്തെ ആ ഒരു രീതിയൊന്നും അല്ല ഇപ്പോ കുട്ടികളെ നോക്കുന്നതില് അല്ലെ. അതിന് പല ആസ്പെക്ട്സും പല വ്യൂസും ഉണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഇങ്ങനെയുള്ള എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് അവരുടെ ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം എന്ന് പറഞ്ഞാണ് ഞാൻ പ്രിഫൈസ് ക്ലോസ് ചെയ്തത്. പ്രിഫൈസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് പേജ് ഉണ്ടാക്കില്ലേ, ഇങ്ങനെ കണ്ടന്റ്സ്ന്നോ അണ്ടൻസ്ന്നോ ഇൻഡെക്സ്ന്നോ ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് അതിൽ 1, 2, 3 എന്നും പറഞ്ഞോ അല്ലെങ്കിൽ ABCD എന്നും പറഞ്ഞോ നമ്പർ ഇട്ടിട്ട് അടുത്ത പേജുകൾ വരാവുന്നതിന്റെ ഓർഡറിൽ നമ്പർ ഇടണം. അപ്പൊ നമ്മള് സർവേ എന്താന്ന് മനസ്സിലാക്കി. ഈ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്, 5 ഫാമിലീസിനെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യണം. ചെറിയ കുട്ടികളുള്ള 5 കോപ്പി എടുക്കുക, 5 കോപ്പിയിൽ അവരെ കൊണ്ട് ഫില്ല് ചെയ്യിക്കുക. അറിയാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത് ഫില്ല് ചെയ്യിക്കുക. അങ്ങനെ 5 ഫാമിലിയുടെ ഷീറ്റ്സ് കളക്ട് ചെയ്യാം. നമ്മൾ എഴുതാൻ പോകുമ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് ഷീറ്റ് വെക്കുക. സർവേ ആൻഡ് പ്രോജക്ട് ബ്രാക്കറ്റിൽ മിനി റിസർച്ച് സബ്മിറ്റഡ് ബൈ എന്നും പറഞ്ഞിട്ട് റൈറ്റ് സൈഡ് കോർണറിൽ നമ്മളുടെ പേര് കോഴ്സ് വെക്കാം. ഇനി ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആമുഖം കൊടുക്കും. അങ്ങനെ പ്രിഫൈസ് ആദ്യം കൊടുക്കുക. പ്രിഫൈസ് ഒരു ചെറിയ പാരഗ്രാഫ് മതി. അത് എന്തിനാണ് ഈ സർവേയുടെ പ്രാധാന്യം, ഈ ഒരു കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അതെന്നാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് പേജ് പോലത്തെയാ, കണ്ടന്റ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ്. അതിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന പേജിൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് വണ്ണാണ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനില് എന്താണ് ഈ പ്രോജക്റ്റിന്റെ പർപ്പസ് എന്താണ് അല്ലെ, എന്തിനാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ പർപ്പസ് എന്താ? ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫറെന്റ് ചൈൽഡ് കെയർ മെത്തേഡ് ഇൻ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദ സോഷ്യൽ ലൈഫ് ഓഫ് ദ ഹ്യൂമൻ ബീയിങ്. ആളുകൾ പല സോഷ്യൽ ലൈഫ് ഉള്ളവരുണ്ടാവും, അവരെല്ലാം എങ്ങനെയാണ് കുട്ടികളെ ശ്രദ്ധിക്കുന്നത്, അത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പല സോഷ്യൽ ലെവൽസിലുള്ള ആളുകളുടെ ചൈൽഡ് കെയറിന്റെ രീതികൾ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഈ സർവേയുടെ ഉദ്ദേശം. അങ്ങനെ ഓരോരുത്തരുടെയും ഡേറ്റാസ് കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അതിന്റെ ഡിഫറെന്റ് ചൈൽഡ് കെയർ മെത്തേഡ് ഇനി എന്തെങ്കിലും അവർക്ക് ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർ ആ രീതിയിൽ ഇന്റർവെൻ ചെയ്യുക. ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയുടെ രീതികൾ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷനൊക്കെ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഇങ്ങനെ ഒരു സർവേ ചെയ്യുന്നതിലൂടെ നമുക്കൊരു സയന്റിഫിക് മെത്തേഡാണ് സർവേ. ഒരു സയന്റിഫിക് മെത്തേഡ്, അങ്ങനെ ഡേറ്റാസ് കളക്ട് ചെയ്ത് നമ്മളത് അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് അതിനൊരു കൺക്ലൂഷൻ കണ്ടെത്തുന്നത്, ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ഒരു സയന്റിഫിക് മെത്തേഡാണ്. അതാണ് ഇൻട്രൊഡക്ഷനിൽ എഴുതിയത്. നെക്സ്റ്റ് പേജ്
ഇത് കണ്ടന്റ്സിൽ നമ്മൾ എഴുതി വെക്കണം. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് വൺ എയിം ഓഫ് ദ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിന്റെ എയിം എന്താണ്? ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ചൈൽഡ് കെയർ ഇൻ അവർ ഹോം സയന്റിഫിക്. നമ്മുടെ വീടുകളിലെ ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ ഉള്ളതാണ്. നെക്സ്റ്റ് വൺ മെത്തേഡ്. മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു, എങ്ങനെയാണ് ഡേറ്റാസ് കളക്ട് ചെയ്തത്, ആരിൽ നിന്നെല്ലാമാണ്. അതിൽ നിന്നെല്ലാം എന്ന് പറഞ്ഞാൽ പേര് കൊടുക്കണ്ട, ഞാനിത് പറയാം. ഫോർ ഡൂയിങ് ദിസ് സർവേ ഐ ഹാഡ് വിസിറ്റഡ് 3 homes in my neighborhood. മെത്തേഡ് നമ്മൾ പറയുന്നത്. I visited 2 of my friends' houses also, so that I could collect more details and information from there. This got a chance to study about the subject more deep. ഇത്ര സർവേ ചെയ്ത് കഴിഞ്ഞപ്പോൾ സർവേ ചെയ്യാനുള്ള മെത്തേഡ്സ് ഇതൊക്കെയാണ്. ഞാൻ ഇൻഫർമേഷൻസ് ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പൊ പ്രിഫൈസ് പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, എയിം ഓഫ് ദ പ്രോജക്റ്റ് പറഞ്ഞു, മെത്തേഡ് സർവേ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ്. നെക്സ്റ്റ് പേജ് ഡേറ്റ കളക്ഷൻ. അത് നിങ്ങൾ 5 ഫാമിലിയുടെ കളക്ട് ചെയ്തില്ലേ, ആ 5 ഷീറ്റ്സ് വയ്ക്കാം. ആരെങ്കിലും ഓർഡർ ആയിട്ടൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാലും നന്നായിരുന്നു. ഫസ്റ്റ് നമ്മൾ പ്രിഫൈസ്, സെക്കൻഡ് എന്താ പറഞ്ഞേ ഇൻട്രൊഡക്ഷൻ, തേർഡ് വൺ എന്താ പറഞ്ഞേ മെത്തേഡ്, എന്ത് മെത്തേഡാണ് സ്വീകരിച്ചത്, ഫോർത്ത് വൺ എന്തായിരുന്നു ഡേറ്റ. നമ്മൾ കളക്ട് ചെയ്ത ക്വസ്റ്റ്യനെയർ ആ ഷീറ്റ്സ് വയ്ക്കണം. നെക്സ്റ്റ്, അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു അല്ലെ, ഡേറ്റയൊക്കെ കളക്ട് ചെയ്തു, ഇതെല്ലാം ഇങ്ങനെ വെച്ചു. ഇനി ആ കിട്ടിയ ഡേറ്റ വെച്ചിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് വൺ ആണ് അനാലിസിസ്. ആ കിട്ടിയ ഡേറ്റ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരുടെയും അനാലിസിസ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഇൻ ദിസ് സർവേ വൺ തിങ് ഷുഡ് നോട്ടീസ് ദാറ്റ്, ഞാൻ അതൊരു പെർസെന്റേജ് എന്നുള്ള രീതിയിലേക്ക് ആക്കിയിരുന്നു കേട്ടോ. 90% ഓഫ് ദ പാരന്റ്സ് ആർ വില്ലിംഗ് ടു സപ്പോർട്ട് ചൈൽഡ്സ് needs and desire, but 10% of parents are not ready to accept that. They are telling that if it is given to child's like and give them that freedom, then his future may be spoiled. അങ്ങനെ പറഞ്ഞ പാരന്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഇഷ്ടത്തിന് വിട്ടു കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ നശിച്ചു പോകുന്നുള്ള രീതിയിൽ. പിന്നെ ചിലർ ഇങ്ങനെ ഒരു ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ ചൈൽഡ്ഹുഡിലും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ആയിരുന്നു അവർക്കും. തല്ല് കിട്ടി, ഇങ്ങനെയുള്ള അതൊക്കെയാണ് അവർക്കും ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ടില്ല പാരന്റ്സ്. ആ ഒരു രീതിയിൽ അങ്ങനെ അവരവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അനാലിസിസ് കഴിഞ്ഞിട്ട് എന്താ പറയാ, നമ്മൾക്ക് പേഴ്സണലി ഒരു ഒപ്പീനിയൻ ഉണ്ടാവില്ലേ ഈ ചൈൽഡ് കെയർ അറ്റ് ഹോമിനെ കുറിച്ച്. ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ നമുക്കൊരു പേഴ്സണലി ഒപ്പീനിയൻ ഉണ്ടാവുള്ളൂ. അതെഴുതും, നമ്മുടെ സ്വന്തം അഭിപ്രായം. ഞാൻ എഴുതിയത് വായിക്കാം. ഫ്രീഡം ഈസ് ദ ബർത്ത് റേറ്റ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്. സോ ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഷുഡ് ഗീവ് ദി ഫ്രീഡം, ബട്ട് വിത്തിൻ സം ലിമിറ്റേഷൻസ്. Parents should be there always for supporting, encouraging and guiding them, so that the environment should be comfortable for the kids. കുട്ടികൾക്ക് ആ എൻവയോൺമെന്റ് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ പാരന്റ്സ് അവരെ സപ്പോർട്ട് ചെയ്യണം. അവരുമായിട്ട് കളിക്കാം, അവരുമായിട്ട് സംസാരിക്കാം, മൂവി കാണാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തുവാണ്. നമ്മൾ ഡേറ്റ കളക്ഷന്റെ വെച്ചു, അനലൈസ് ചെയ്തു, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളുടെ വ്യക്തിപരമായ അഭിപ്രായം, ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ 5 ഫാമിലിയെ കണ്ടു. നമുക്ക് മനസ്സിലായി ഒരു ഫാമിലിയിലെ ചൈൽഡ് കെയർ അത്ര പോരാ, ഫുഡ് മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല, കുട്ടിക്ക് അവിടെ ഒരു റെസ്പെക്റ്റും ഇല്ല, അങ്ങനെയൊക്കെ
രീതിയിൽ നമ്മൾ കാണുവാണ്, അവർക്ക് അസുഖങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ കാണുവാണെങ്കിൽ നമുക്കപ്പോ പ്രോഗ്രസീവ് വർക്ക് ടു ബി ഡണിൽ നമുക്ക് പറയാം ചെറിയ രീതിയിൽ ആ ഒരു ഫാമിലിയുടെ ഇന്റർവെൻഷൻ കൊടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടിയാൽ നന്നായിരുന്നു, അവർക്കത് കൊടുക്കാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആ രീതിയിൽ നമ്മൾ പ്രോഗ്രസീവ് വർക്ക് ടു ബി ഡൺ പറയണം. പിന്നെ കൺക്ലൂഡ് ചെയ്യാം, എന്താണെന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. Proper support and proper care should be given to the child for their physical and mental development. So each parent should take care of these things. പറഞ്ഞിട്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ചാറ്റ് ബോക്സിൽ ഫാത്തിമ എന്ത് പറഞ്ഞിട്ടുണ്ട്? Precise index, introduction, aim of the project, method of collection, data collection, analysis, then opinion, progressive works to be done. കൺക്ലൂഡ് ചെയ്യുക അല്ലെ? കൺക്ലൂഷൻ ആ ഒരു രീതിയിലാണ് സർവേ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ സർവേ? ഒരു കൺക്ലൂഷനും കൂടെ ഇട്ടിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ ഫാത്തിമ, താങ്ക് യു. ഇത് ഞാൻ ക്ലാസ് റൂമിൽ ഇടാം. ഞാൻ ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ പേജ് ഒറ്റയ്ക്ക്, സെക്കൻഡ് പേജിലാണ് മറ്റേ ഇത് ക്വസ്റ്റ്യനെയർ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം. ഇനി അതെല്ലാം ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് ശരിയാക്കുക. വേർഡിലായതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ പിന്നെ അത് തന്നെ എടുത്ത് സേവ് ചെയ്ത് പ്രിന്റ് എടുക്കാതെ തന്നെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ ആയി. സർവേയുടെ കഴിഞ്ഞു. നമുക്ക് ഇനി ക്ലാസ്സിന്റെ നോക്കാം. ഓക്കെ അല്ലേ? രണ്ടും രണ്ട് ഫോൾഡറിൽ കിടക്കായിരുന്നു, നിങ്ങളുടെ നോട്ട്സും ഈ സർവേ ഡീറ്റെയിൽസും. സെൽഫ് കൺസെപ്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ എവിടെ പറഞ്ഞേ? ഒബ്സർവിന് എടുക്കാനുള്ളത് അല്ല, ഇഫക്റ്റ് ഓഫ് മാൽ നറിഷ്മെന്റ് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാന്നാ പറഞ്ഞത്. പീരീഡ് എല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ? സെൻസിറ്റിവിറ്റി പീരീഡ് എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് നറിഷ്മെന്റ് ഉള്ള ടൈമിലാണ് ഇനി മാൽ നറിഷ്മെന്റിന്റെ പറയാന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് ആ ഒരു രീതിയിൽ വരുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. നല്ല നറിഷ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലെ കുട്ടികളുടെ സെൻസിറ്റിവിറ്റി അത് നമ്മൾ പറഞ്ഞു. ഈ നറിഷ്ഡ് അല്ലാത്തൊരു എൻവയോൺമെന്റ്, ഒരു കുട്ടിക്ക് വളരാൻ ഭയങ്കര ടഫായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അതായത് നമ്മൾക്കറിയാം, നമ്മൾക്ക് കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതേസമയം അത് അവരുടെ ശരീരം വളർത്തുന്നു, അവർക്ക് മാനസികമായ ചില ന്യൂട്രിയൻസ് കിട്ടേണ്ടതുണ്ട്, മാനസികമായ ആരോഗ്യത്തിന് പറ്റുന്ന ന്യൂട്രിയൻസ് കിട്ടേണ്ടതുണ്ട്. വാംത്ത്, ലവ്, കെയർ,
അഫെക്ഷൻ, സിമ്പതി, അതെല്ലാം. അപ്പൊ അങ്ങനെ അല്ലാത്ത രീതിയിൽ വരുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ്. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെ നേരത്തെ നല്ല ഹൈ ലെവലിൽ പോകുന്നത് മാൽനറിഷ്മെന്റ് ആണെങ്കിൽ താഴേക്ക് പോകുന്നതായിരിക്കും നമ്മൾ കണ്ടത്. നല്ല നറിഷ്ഡ് ആയിട്ടുള്ളതിൽ കുട്ടി നല്ല ഓർഡറിൽ പോകുന്നു, സിസ്റ്റമാറ്റിക് ഓർഡറിൽ പോകും. അതേസമയം നറിഷ്ഡ് അല്ലെങ്കിൽ ഓർഡർ തെറ്റുന്നു. പിന്നെ നറിഷ്ഡ് ആയിട്ടുള്ളതിൽ കൂടെ നല്ല 5 സെൻസസ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ആ ഡെവലപ്മെന്റ് ലെസ് ആയിരിക്കും. പിന്നെ മൈന്യൂട്ട് ഓബ്ജക്ട്സ് കാണുമ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല. ശരിയായ ആരോഗ്യം ശരിയായ രീതിയിൽ ഉണ്ടെങ്കിൽ ഒന്നും പറ്റില്ല. സോ ഫസ്റ്റ് വൺ ആരാ വായിക്കുക? സെൻസിറ്റിവിറ്റി ടു ഓർഡർ. യെസ്, ഫസ്റ്റ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ ആര് വായിക്കും? Sensitivity to order. If the sensitivity to order is lacking, the child may not be able to turn himself and create a mental picture of the world. Hence, he will feel very anxious and have no confidence in himself. സോ സെൻസിറ്റിവിറ്റി ടു ഓർഡർ നമുക്കറിയാം. നല്ല രീതിയിൽ ആ ഒരു എൻവയോൺമെന്റിലൂടെ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ കുട്ടി ഓരോന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് അവനൊരു ഓർഡർ ഉണ്ടാവും. നമ്മളൊരു ചെറിയൊരു സ്റ്റോറി നമ്മൾ നറേറ്റ് ചെയ്തിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ആ ഓർഡർ ഫോം ചെയ്ത് അവരുടെ ആ ചെറിയ ഏജ് തുടങ്ങിയിട്ട്. അതേസമയം നല്ല രീതിയിലൊരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഈ ഓർഡർ വളരെ ലോ ആയിരിക്കും. അവർക്ക് കറക്റ്റ് ആയിട്ട് ചുറ്റും കാണുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനോ അതിനെക്കുറിച്ചൊരു ക്ലിയർ പിക്ചർ കിട്ടാനോ അങ്ങനെയൊന്നും അവർക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഒരു കോൺഫിഡൻസും ഉണ്ടാവില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാതെ വരുമ്പോൾ കോൺഫിഡൻസ് ലെവൽ കുറയും. സെൻസിറ്റിവിറ്റി ടു ഓർഡറിൽ സംഭവിക്കുന്നതാണ് മാൽ നറിഷ്മെന്റ് ആണെങ്കിൽ, നല്ല റൈറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ കുഞ്ഞിന് സംഭവിക്കുന്ന കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ. Sensitivity to learning through their 5 senses. If the child is dispossessed of the right environment during this period, example, the child is not allowed to explore with material, it will inhibit the child from learning. Furthermore, the child may become more disaffected. This may be due to poor development of will, as he has little or no opportunity to work with materials in his environment. This in turn will lead to poor concentration. It would be difficult for the child to make comparison and judgment because the sensory exploration and exercise are meant to refine these powers of the child. നെക്സ്റ്റ് വൺ, സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അവരവരുടെ 5 സെൻസസിലൂടെ പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു മോണ്ടിസോറി സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെൻസസ് യൂസ് ചെയ്ത് ഇവരെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ കുറെ ആക്ടിവിറ്റീസും മെറ്റീരിയൽസും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് ആ രീതിയിൽ ലേണിംഗ് പ്രോസസ് നടക്കുള്ളൂ. അതേസമയം എൻവയോൺമെന്റിൽ ലാക്ക് ഓഫ് ഫെസിലിറ്റീസ്, ലാക്ക് ഓഫ് മോഡിഫിക്കേഷൻ, ലാക്ക് ഓഫ് മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ 5 സെൻസസ് യൂസ് ചെയ്യാനുള്ള ചാൻസസ് കുട്ടിക്ക് അവിടെ ഇല്ലാതാവുകയാണ്. ആ ഒരു ചാൻസ് കിട്ടുന്നില്ല. അതേസമയം നല്ല പ്രിപ്പയർഡ് നറിഷ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്നും കുട്ടിക്ക് അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൂടുതൽ ചാൻസസ് അവിടെ കിട്ടുന്നു എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊക്കെ ചെയ്യാതെ വരുമ്പോ അപ്പൊ സെൻസസ് യൂസ് ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യാത്ത അവസ്ഥയിലേക്ക് കുട്ടി പോകുമ്പോൾ കുട്ടിക്ക് പുവർ കോൺസെൻട്രേഷൻ ആയിരിക്കും. ശ്രദ്ധ ഉണ്ടാവില്ല, ശ്രദ്ധ കുറയും, ശ്രദ്ധ ഇല്ലാതായി മാറും. പലപ്പോഴും കുട്ടിക്ക് പല കാര്യങ്ങളും കമ്പയർ ചെയ്യാനും ജഡ്ജ് ചെയ്യാനും കുഞ്ഞുങ്ങളിൽ തന്നെ ഒരു ഇന്നർ ഗൈഡ് ഉണ്ട്, അത് അവരെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. അതിനനുസരിച്ച് അവർക്കൊരു കമ്പാരിസണിലേക്ക് പോകാനും ഒന്നും പറ്റാതെ വരും, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ വരും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റാതെ വരും. ഓക്കെ, നെക്സ്റ്റ് വൺ, സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ്, മൈന്യൂട്ട് ഒബ്ജക്ട്സ്. Sensitivity to small objects. Yes, please. The lack of right environment for this sensitivity may demoralize the curiosity of the child in discovering new things. It will make him less observant of his environment and therefore affect his learning. The child might become very passive. Small details usually have a great impact towards the overall results. Okay,
സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ്, മൈന്യൂട്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ റൈറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനും ആ ഒരു ക്യൂരിയോസിറ്റി ഇതെല്ലാം കുട്ടിക്ക് നഷ്ടാവും. കാരണം അവന് ആ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. ചെറിയ കാര്യങ്ങൾ വളരെ കുറുമ്പ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കുട്ടികൾ എത്ര നേരം വേണമെങ്കിലും അത് നോക്കിയിരിക്കും. ഇവിടെ അങ്ങനെ ഒരു റൈറ്റ് എൻവയോൺമെന്റിലാണെങ്കിൽ അങ്ങനെ ഉള്ള സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ്, മൈന്യൂട്ട് ഒബ്ജക്ട്സിനോട് ഒട്ടും അവരിത് കാണിക്കില്ല, സെൻസിറ്റീവ് ആയിരിക്കില്ല. അവന് ഒരു പാസീവ് ലേണിംഗ്, അവിടെ ഒരു പാസീവ് ആയിരിക്കും, ഒട്ടും ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ. തണുപ്പൻ മട്ടുന്നത് നമ്മൾ പറയില്ല, ആ ഒരു രീതിയിലായിരിക്കും. ശരിക്കും ഇങ്ങനെ സ്മോൾ യൂണിറ്റ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഒരു ഗ്രേറ്റ് ഇമ്പാക്ട്. നമുക്കറിയാം, നമുക്ക് കുട്ടികളെ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ ഇപ്പൊ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ചെറിയ ചെറുതായി കൊടുത്തിട്ടുള്ളൂ. വലിയ ബോർഡ് വെച്ചിട്ട് അതിൽ വരച്ച് അങ്ങനത്തെ രീതിയിൽ ചെറിയ ചെറിയ ടീച്ചിങ് എയ്ഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് അത് കൊണ്ടുവരും. ആ രീതിയിലാണ് ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെ കുട്ടിക്ക് അങ്ങനെ ഒരു എൻവയോൺമെന്റ് വരാതെ വരുമ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ ലെവൽ മാറും. ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടില്ല, ആ ഒരു ഒബ്സർവേഷനും കോൺസെൻട്രേഷനും ഒന്നും കിട്ടില്ല. അതിന് രീതി പാസീവായിട്ട് മാറും, ഒട്ടും ആക്റ്റീവ് അല്ലാതെ. ഓക്കെ, ശരിക്കും സ്മോൾ ഒബ്ജക്ട്സിന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ്. അവരെല്ലാം യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ശരിക്കും മോണ്ടിസോറി സ്കൂളിലുള്ളത്. അപ്പൊ എല്ലാത്തിന്റെ ഒരു ചെറിയ വേർഷൻ കണ്ടാണ് അവർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെയധികം ഇമ്പാക്ട് ചെയ്യുന്നു അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ. നെക്സ്റ്റ്, മൂവ്മെന്റ്സിന്റെ കോർഡിനേഷൻ. നമ്മൾ പറഞ്ഞു കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോൾ അവർ ആദ്യം ഒന്ന് വീഴും, പിന്നെ അത് ശരിയായി അവരുടെ കോർഡിനേഷൻ, ബാലൻസ് കറക്റ്റ് ആവുന്നു. അപ്പൊ അത് അതുപോലുള്ള എൻവയോൺമെന്റിലാണെങ്കിലാണ് ആ ബാലൻസ് കറക്റ്റ് ആവുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ആരാ വായിക്കുന്നത്? ആരോ ഓവർ റീഡ് ചെയ്തല്ലോ, ആൾക്ക് ചാൻസ് കൊടുക്കാം. Sensitivity to coordination of movements. Walking for miles and climbing up and down the staircase has the purpose of advancing his movements. Providing the right environment for this and sensitivity is important because children are continuously developing their gross and fine motor skills. The need to develop balance and agility are important in his self-concept. ആ ഒരു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സ് നമ്മളറിയാം. കുഞ്ഞുങ്ങള് പിച്ച വെച്ച് നടക്കുന്നു, വീഴും, വീണ്ടും എണീറ്റ് വീണ്ടും നടക്കും. അങ്ങനെ അവരുടെ ആ ബോഡിയുടെ ബാലൻസ് കോർഡിനേഷൻ കറക്റ്റ് ആകും. സ്റ്റെയർ കയറുന്നു, അങ്ങനെ പലതും. റൈറ്റ് എൻവിയോൺമെന്റ് ആണെങ്കിൽ ഇതെല്ലാം ആ ഒരു കറക്റ്റ് ആ ഒരു സെൻസിറ്റിവിറ്റി അവിടെ ഫോം ചെയ്ത് ഇവര് കണ്ടിന്യൂസ്ലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ മൂവ്മെന്റ്സിൽ മോട്ടോർ ഡെവലപ്മെന്റിലെ 2 സ്കിൽസ് ആണ്, ഫൈൻ മോട്ടോർ സ്കില്ലും ഗ്രോസ് മോട്ടോർ സ്കില്ലും. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഗ്രോസ് മോട്ടോർ സ്കിൽ ആണ് ഏറ്റവും ആദ്യം വരുന്നത്. അത് വന്ന് കുറെ നാൾ കഴിയുമ്പോഴാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് വരുന്നത്. ഓക്കെ, അതാണ് അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നടക്കുമ്പോ, ഇരിക്കുമ്പോ, ഓടുമ്പോ ഒക്കെ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നറിഷ്മെന്റ് ആണെങ്കിൽ ആ ബാലൻസ് കീപ്പ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ്. ആരാ വായിക്കാണ് സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ്? നമ്മൾക്ക് ഉറങ്ങി വീഴും. Sensitivity to language. If a child is not exposed regularly to language during this period of time, his language will be irrevocably damaged. He will become less sensitive to the sounds of his language and would have a difficult time learning the structure of his language. Children will also become less confident and may develop low self-concept due to his inefficiency to express himself. ഓക്കെ, ലാംഗ്വേജ് നമ്മൾ പറയാറില്ലേ, കുട്ടികളോട് ഇങ്ങനെ ഒക്കെ മനസ്സിലായാലും ഇല്ലെങ്കിലേ നമ്മളിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വോയിസ് മോഡുലേഷൻ മാറ്റി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. എന്നാലേ അവർ സംസാരിക്കുള്ളൂ എന്ന് വീട്ടിലെ പ്രായമായവർ പറയല്ലേ. അതേസമയം കുഞ്ഞും അമ്മയും മാത്രമേ ഉള്ളൂ, ഒന്നും സംസാരിക്കുന്നില്ല. കുട്ടിക്ക് ഒരു സോഴ്സ് ഇല്ല, ലാംഗ്വേജ് കിട്ടാനായിട്ടൊരു സോഴ്സ് കിട്ടുന്നില്ല. അവന്റെ ആ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ തന്നെ ഭയങ്കര മോശമായി, ഇപ്പൊ അതിന്റെ ലേണിംഗ് ഒക്കെ ഡിഫിക്കൽട്ട് ആയിട്ട് വരും. ലെസ് കോൺഫിഡന്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർ ചിലപ്പോൾ കുറച്ച് വലുതാകുമ്പോൾ വാ തുറക്കാൻ പഠിക്കും, കാരണം നല്ല രീതിയിൽ അവർക്ക് ലാംഗ്വേജ് കിട്ടാത്തത്. നെക്സ്റ്റ്, സെൻസിറ്റീവ് ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്.
Sensitivity to the social aspect of life. Depriving the right environment for this sensitivity, the child will feel lonely, hence wanting a lot of attention from the parents. As a result, the child will become very unfriendly and antisocial. Okay. Social aspects of life, sensitivity to the social aspects of life അല്ലെ. കറക്റ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമുക്കറിയാം പല സോഷ്യൽ വാല്യൂസ്, ക്വാളിറ്റീസ് അതെല്ലാം കിട്ടുന്നത് കുട്ടിക്ക് പലപ്പോഴും ഗ്രൂപ്പിൽ നിന്ന്, വീട്ടിൽ നിന്ന്, ആ കുട്ടി വളരുന്ന ആ ഒരു എൻവയോൺമെന്റിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതായത് മറ്റുള്ളവരുടെ എംപതി, റെസ്പെക്ട് കാണിക്കണം, സ്നേഹം, കെയർ, ലവ്, അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ വാല്യൂസും ഫ്രം ദ സറൗണ്ടിങ്സ് ആണ് കുട്ടിക്ക് കിട്ടുന്നത്. അപ്പൊ ആ രീതിയിലുള്ള എൻവയോൺമെന്റ് ആണെങ്കിലാണ് ആ രീതിയിലുള്ള വാല്യൂസ് കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കയറുകയുള്ളൂ. അപ്പൊ സെൻസിറ്റീവ് ടു ദി സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് എപ്പോഴും കുട്ടികൾക്ക് എന്താ ഫീൽ ലൈക്ക് ലോൺലി, ആ ഒരു ഫീല് വരും. അവർക്ക് പലരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല, കോൺഫിഡൻസ് കുറവായത് കാരണം ഒരു ലോൺലിനെസ്, ആ ഒരു ഫീല് വരും. അറ്റൻഷൻ, പാരന്റ്സിൽ നിന്നുള്ള അറ്റൻഷൻ കുറഞ്ഞു വരുന്നു അവർക്ക്. അപ്പൊ അതൊക്കെ കിട്ടണം എന്ന് ആഗ്രഹം വരും. അങ്ങനെ വരുന്ന കുട്ടികൾക്കാണ് മാൽനറിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. കുട്ടികൾക്ക് കിട്ടേണ്ടതൊന്നും കിട്ടാതിരിക്കുക, കുറവ് കിട്ടുക, ഏറ്റവും ലോ വാല്യൂല് കിട്ടുക. ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് കിട്ടേണ്ടത് എന്താ? പാരന്റ്സിന്റെ സ്നേഹം, കെയർ, അതുപോലെ തന്നെ മനസ്സിന് ഉണ്ടാകുന്ന ചില ഫീലിങ്സ്. അങ്ങനെ എന്തെങ്കിലും അന്നത്തെ ദിവസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും റൈറ്റ് എൻവയോൺമെന്റ് ആണെങ്കിൽ വരുന്നത്. അതേസമയം റൈറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇത് അവരുടെ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫിൽ ബാധിക്കും. വീട്ടിൽ വന്നു കയറുമ്പോൾ തന്നെ ഒന്നും വെള്ളം കൊടുക്കില്ല, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ ഇങ്ങനെ ചില പാരന്റ്സിന്റെ ഒക്കെ ഇത് കാണുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കുട്ടിക്ക് അത് അവരുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യും. ഇതും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് സർവേ ചിലപ്പോൾ നല്ല ഈസി ആയിരിക്കും അല്ലെ. ഈ നമ്മള് അബ്സോർബൻ മൈൻഡ് ആണ്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെക്കാം. ജസ്റ്റ് അതിന്റെ ഏജ് സ്പാൻ നോക്കാതെ ഈ 2 പാരഗ്രാഫ് അതാരാ വായിക്കും? Montessori opined that from birth itself, the child has a mind that is highly observing, which means that every experience he goes through will be deposited in the mind of the child with or without his knowledge. The absorbent mind explains the process by which the child gains knowledge from his process or action. The absorption appears is 2 stages as unconscious stage and a conscious stage. So the observant can be split into unconscious mind 0 to 3 years and conscious mind is 3 to 6 years. അബ്സോർബൻ മൈൻഡ് നമുക്കറിയാം എല്ലാം അബ്സോർബ് ചെയ്യുന്നു. പക്ഷേ ഈ അബ്സോർബൻ മൈൻഡ് 0 to 3 years എന്ന് പറയുമ്പോൾ അവിടെ അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. ഓർമ്മയൊന്നും ഉണ്ടാവില്ല ആ ഒരു 3 വയസ്സൊക്കെ നമ്മൾ ആലോചിച്ചാലും നമുക്ക് ഉണ്ടാവില്ല. അതേസമയം സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഇംപ്രഷൻ പോലെ ഇവരുടെ മനസ്സിൽ അവിടെ എവിടെയും സബ് കോൺഷ്യസ് മൈൻഡിലോ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാകും. അവരുടെ ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് കോൺഷ്യസ് ലെവലിലേക്ക് മാറുന്നത് ഒരു 3 to 6 years ആകുമ്പോഴാണ് ആ ഒരു കോൺഷ്യസ് ലെവലിലേക്ക് മാറുന്നത്. അതായത് ആ അബ്സോർബൻ മൈൻഡ് എന്നുള്ളത് മാറി അത് ഒരു കോൺഷ്യസ് സ്റ്റേജിലേക്ക് മാറുവാണ്. വേറൊരു സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറും. മോണ്ടിസോറി പറയുന്നതെന്ന് വെച്ചാൽ കുട്ടിക്ക് ബൈ ബർത്ത് ആ ഒരു മൈൻഡ് ഇടം നമ്മൾ പറഞ്ഞു. അത് എങ്ങനത്തെ മൈൻഡാണ്? സ്പിരിച്വൽ എംബ്രിയോ ആണ്. അതിന് വലിയ വളർച്ചയൊന്നും ആയിട്ടില്ല. ഓരോരോ സ്റ്റേജസിലൂടെയാണ് അതിങ്ങനെ വളർന്നു വരുന്നത്. കുറെ എക്സ്പീരിയൻസിലൂടെ, കുറെ കാര്യങ്ങളിലൂടെ കടന്നു പോകും. വളരുന്ന എൻവിയോൺമെന്റ്, സറൗണ്ടിങ്സ്, ഇതെല്ലാമാണ് കുട്ടിയുടെ മൈൻഡിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ മൈൻഡില് പല കാര്യങ്ങളും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കുട്ടി അറിയുന്നില്ല പലപ്പോഴും. എന്തൊക്കെയാണോ പറയുന്നത് അതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഫീഡ് ആവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് അബ്സോർബന്റ്, വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യുക. അങ്ങനെ സറൗണ്ടിങ്സിൽ നിന്നും കുട്ടി ചെയ്യുന്ന പല ആക്ഷൻസിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും കുട്ടി നോളജ് അക്വയർ ചെയ്യുവാണ്. ഇതെല്ലാമാണ് ഇവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനെ 2 സ്റ്റേജസ് ആയിട്ട് അൺകോൺഷ്യസ് സ്റ്റേജും കോൺഷ്യസ് സ്റ്റേജുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അൺകോൺഷ്യസ് സ്റ്റേജിനെ പറ്റിയാണ് കൂടുതൽ ആൾക്കാർ എന്താ പറയാ ഈ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്.
ബട്ട് കോൺഷ്യസ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നത് കൂടെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് അബ്സോർബർ മൈൻഡിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, അതായത് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ആ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ജസ്റ്റ് പെൻഡിങ് ആയിട്ട് ഒരു വർക്കും വെക്കരുത്. നിങ്ങളുടെ വർക്ക്സ് എല്ലാം കുറേശ്ശെയായിട്ട് തീർക്കുക. ദിവസം ഒരു 20 to 30 minutes മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ റെക്കോർഡ് പിന്നെ എഴുതാം, സമയമുണ്ടെന്ന് വിചാരിച്ചിരിക്കേണ്ട, അതും സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഇത് അബ്സോർബൻമെന്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അത് തുടങ്ങി കഴിഞ്ഞാൽ അത് അങ്ങനെ ആ ഫുള്ളൊരു ക്ലാസ് തീരുവാണെങ്കിലായിരിക്കും നല്ലത്. ഓക്കെ, ഓക്കെ ദെൻ ബൈ. Thank you, Miss. Thank you, Miss.